നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപിൻ്റെ പരസ്പര താരിഫ് ആഗോള സാമ്പത്തിക മേഖലയെ അപ്പാടെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ കൂടുതൽ ചെലവേറുന്നതാകുമ്പോൾ പ്രാദേശിക ബിസിനസ്സുകൾക്ക് നേട്ടമാകുമെന്നാണ് പരസ്പര താരിഫിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ ഇത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. കയറ്റുമതിയെ വളരെയധികം ആശ്രയിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്, രത്നങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ തിരിച്ചടി ഉണ്ടായേക്കാം. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ PJ വിൻസെൻ്റ്, MBEDA മുൻ ചെയർമാൻ ഡോക്ടർ KN രാഘവൻ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ രഞ്ജിത്ത് കാർത്തികേയൻ എന്നിവർ. ആദ്യം ഡോക്ടർ രാഘവൻ, ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഈ താരിഫുകളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ ടാരിഫിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പൊ നിലവിലുള്ള വ്യവസ്ഥ എന്താണ്, എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞു തുടങ്ങണം. അമേരിക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് ഇപ്പോഴത്തെ ഒരു അന്താരാഷ്ട്ര വാണിജ്യം നടക്കുന്ന രീതി നിയന്ത്രിക്കുന്ന ആ ഒരു സംവിധാനം കൊണ്ടുവന്ന് അത് പ്രകാരം ഒരു രാജ്യത്തിന് ഒരു ഡ്യൂട്ടിയാണ് ഒരു സാധനത്തിന് മുകളിൽ ഇടാൻ പറ്റുക. ഇപ്പൊ നമ്മളൊരു പേനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതായത് കണ്ണടയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഈ കണ്ണട ലോകത്തെ ഏത് രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താലും ഇതിന് ഒരു ഡ്യൂട്ടിയെ പാടുള്ളൂ. ഇതിനാണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇത് മാറണമെങ്കിൽ നമുക്ക് വേറൊരു രാജ്യമായിട്ട് ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നമുക്കിതിന് ഒരു പ്രിഫറൻഷ്യൽ റേറ്റ് കൊടുക്കാം. നമ്മൾ സാധാരണ വെച്ച ഡ്യൂട്ടിയെക്കാട്ടിലും കുറവ് കൊടുക്കാം. അല്ലെങ്കിൽ ചില വളരെ വിരളമായ സാഹചര്യങ്ങളിൽ ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും നമ്മളൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ നമുക്ക് പാകിസ്ഥാനെ ഈ മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ് റദ്ദാക്കാം. ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങളിൽ മാത്രമേ ഈ MF അല്ലാത്ത ഇതിൽ നമുക്ക് ഡ്യൂട്ടി ചെലുത്താനായിട്ട് സാധിക്കുള്ളൂ. ഇത് അമേരിക്ക നിഷ്കർഷിച്ച അനുസരിച്ച് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കൊണ്ടുവന്ന ചട്ടമാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്താണ്, ഇന്ത്യ എന്ത് ഡ്യൂട്ടി ഇടുന്നു അതിന് റെസിപ്രോക്കൽ അതേപോലെ ഒരു ഡ്യൂട്ടി അമേരിക്ക ഇടും. അതായത് പല രാജ്യങ്ങൾക്ക് പല നികുതി ഇടുന്നതാണ് ട്രംപ് ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഭീഷണിയല്ല, അത് ഏകദേശം നടപ്പിലാകുന്ന രീതിയിലാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. ഇന്നിപ്പോ ഇതൊരു വിമോചന ദിവസം, ലിബറേഷൻ ഡേ എന്നൊക്കെ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അപ്പൊ ഇതിൽ വരുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇത് എങ്ങനെ കൊണ്ടുവരും. ഇപ്പൊ നമുക്ക് ടാരിഫ് നോക്കുകയാണെങ്കിൽ HSN കോഡ് അനുസരിച്ച് അന്താരാഷ്ട്രമായിട്ട് അംഗീകരിച്ച ഒരു ഹാർമണൈസ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഉണ്ട്. അതായത് ഈ ടാരിഫിൽ 98 തൊട്ട് 100 ചാപ്റ്റർ വരെ ഓരോ രാജ്യങ്ങളിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഓരോ ചാപ്റ്ററിൽ ഏകദേശം 100 ചിലപ്പോ വരികളുണ്ടാവും. അപ്പൊ ഈ ഏകദേശം 10,000 വരികളെങ്കിലും ഈ ടാരിഫിലുണ്ടാവും. അപ്പൊ ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും. ഇപ്പൊ കാറുകൾക്ക് ചിലപ്പോൾ 100% ആയിരിക്കും. അതേസമയം ഷ്രിമ്പിന്, കൊഞ്ചിന് 30% ആയിരിക്കും. ചിലതിന് 0 റേറ്റ് ആയിരിക്കും. അപ്പൊ ഓരോ രാജ്യം ഇടുന്ന അത്രയും തന്നെ അമേരിക്ക ഇടുകയാണെങ്കിൽ ഏകദേശം ഒരു 10 ലക്ഷത്തിലേറെ റേറ്റുകൾ അമേരിക്കയ്ക്ക് ഇടേണ്ടി വന്നേക്കും. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതല്ല ചില രാജ്യങ്ങളിലേക്ക് മാത്രം തെരഞ്ഞു പിടിച്ച് റേറ്റ് ഇടുകയാണോ, ഇത് നമുക്കിപ്പോ വ്യക്തമല്ല. പക്ഷെ എന്തായാലും ലോകത്തിലെ ഏറ്റവും അധികം വ്യാപാരം നടത്തുന്ന, വാണിജ്യം നടത്തുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്ക ഇങ്ങനെ ഒരു സമൂലമായ മാറ്റം കൊണ്ടുവരുമ്പോൾ അതിന്റെ അലയൊലികൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അനുഭവിക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് മത്സ്യ സമ്പത്ത് കയറ്റുമതി മേഖലയായിട്ടാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും അധികം മത്സ്യസമ്പത്ത് കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയിലേക്കാണ്. അമേരിക്കൻ മാർക്കറ്റിൽ ഏകദേശം 30% ഈ ഷ്രിംപ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന്, 30% ഇന്ത്യയിൽ നിന്ന് വരുന്ന ഷ്രിംപാണ്. ഇപ്പൊ അമേരിക്കയിലേക്ക് ഡ്യൂട്ടി ഇല്ല, അതായത് കസ്റ്റംസ് ഡ്യൂട്ടി അമേരിക്കയിലേക്ക് അയക്കുമ്പോൾ ഷ്രിംപിനില്ല. നമ്മളാണ് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ 30% ഇടുന്നു. അപ്പൊ ടെക്നിക്കലി റെസിപ്രോക്കൽ ടാരിഫ് വെച്ചിട്ട് അമേരിക്കക്കാർക്ക് നമുക്ക് 30% വരെ ഡ്യൂട്ടി ഇടാം. അങ്ങനെ ഇടുകയാണെങ്കിൽ ഇന്ത്യ എന്നുള്ള കയറ്റുമതി നിലച്ചു പോകും. കാരണം അത്രയ്ക്ക് അധികം പൈസ കൊടുത്തിട്ട് അമേരിക്കയിലെ കച്ചവടം നടത്താൻ സാധിക്കില്ല. ഈ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം വേറൊരാൾ പറയുന്ന അനുസരിച്ച് നമുക്ക് നമ്മുടെ ഡ്യൂട്ടി കുറയ്ക്കാൻ സാധിക്കില്ല.
ഇനി അഥവാ കയറ്റുമതി നിലയ്ക്കുകയാണെങ്കിൽ കയറ്റുമതിക്കാർക്ക് മാത്രമല്ല, കയറ്റുമതി ചെയ്യുന്ന സാധനം ഉണ്ടാക്കുന്ന ഫാമുകളുണ്ട്, അതിന് പുറകെയുള്ള ഹാച്ചറി ഉണ്ട്, ഇവരുടെ എല്ലാം ബിസിനസ് ബാധിക്കും. അപ്പൊ അങ്ങനെ ഓരോ മേഖലയിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ആഭരണങ്ങളുടെ ആയാലും ജെമ്മൻ ജ്വല്ലറി ആയാലും ഇലക്ട്രോണിക് ഐറ്റം ആയാലും ഫാർമ ഗുഡ്സ് ആയി കഴിഞ്ഞാലും എല്ലാ മേഖലയിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വലിയ രീതിയിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇന്ന് ട്രംപിന്റെ ഈ ടാരിഫ് പ്ലാൻ എന്താണെന്നുള്ള വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മടങ്ങി വരാം. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ട്രംപ് തൻ്റെ സുഹൃത്താണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുമ്പോഴും ഇന്ത്യയോടുള്ള അമേരിക്കയുടെ സമീപനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ. അല്ല, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്ക ഈസ് ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ്. അതായത് നമ്മൾ കഴിഞ്ഞ കുറേ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ എക്കോണമി വളരെ വീക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു ഡെമോഗ്രഫിയുടെ കാര്യമുണ്ട്, അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻസിൻ്റെ കാര്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്, ഈവൻ ഈ പറയുന്ന നമ്മുടെ പാൻഡമിക് സമയത്ത് അവർ ഒരുപാട് പണം പ്രിന്റ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഒരു ഇൻഫ്ലേഷണറി പ്രഷറും അവരുടെ ഒരു എക്കോണമിയിൽ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ നിർബന്ധിതനാകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, ഇനിയൊരു അമേരിക്കൻ എക്കോണമിയിൽ ഒരു ടാക്സ് ചെയ്ത് റവന്യൂ കൂട്ടുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അസാധ്യമായിരിക്കും. ഒരു ഹൈ ലെവൽ ടാക്സേഷൻ ഫെഡറലിലാണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും ഒക്കെ ടാക്സേഷനൊക്കെ ഒരുപാടുണ്ട്. അപ്പം മേക്ക് ദ എക്സ്പോർട്ടർ പേ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഞാൻ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന സാധനത്തിന് കൂടുതൽ അതിൽ നിന്നൊരു അഡീഷണൽ പണം ഉണ്ടാക്കുകയാണെങ്കിൽ, അഡീഷണൽ റവന്യൂ ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും ഒരു ഗവൺമെൻറ്റിലേക്ക് പോകേണ്ട ഒരു പൈസ, അല്ലെങ്കിൽ അവർക്ക് വിഭവ സമാഹരണത്തിന് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസമായിട്ടാണ് ഇദ്ദേഹം ഇതിനെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ആർക്കും പറയാനൊക്കില്ല. ഇത് പലരും അമേരിക്കയിൽ തന്നെ ഇത് വളരെയധികം കൺസംഷനെ ബാധിക്കും, അതുപോലെ ആളുകളുടെ സ്പെൻഡിങ് പവറിനെ ബാധിക്കും. ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിലക്കയറ്റം ഉണ്ടാകും. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ മാത്രമല്ല, ഈ പറയുന്ന ഒരു മ്യൂച്വലായിട്ട്, അതായത് ഈ ഓൾ ഓവർ ദ വേൾഡ്, നേരത്തെ ഇവിടെ ശ്രീ രാഘവൻ അദ്ദേഹം പറയുകയുണ്ടായി, WTO പോലുള്ള ഓർഗനൈസേഷൻസിനെ അപ്പാടെ അങ്ങ് മാറ്റി നിർത്തി, അതിനൊരു വില കൊടുക്കാതെ, അല്ലെങ്കിൽ ഇത്രയും കാലം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആ WTO പോലുള്ളൊരു പ്രസ്ഥാനങ്ങളെ മാറ്റി നിർത്തി ഉള്ള ഒരു വൺ സൈഡഡ് എഗ്രിമെന്റ്. അപ്പോൾ ഇതൊരു വളരെ ബെലിജറന്റ് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പം US-ന് ഉള്ള ഒരു നിവർത്തികേട് കൊണ്ടുണ്ടാകുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ അതിനൊക്കെ മനസ്സിലാക്കുന്നത്. WTO പോലുള്ള സംഘടനയ്ക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ലേ? UN പോലെയും WTO പോലെയൊക്കെ ഉള്ള സംഘടനകൾ ഒരു തരം ടൂത്ത്ലെസ് ആണ് എന്നിപ്പം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിൽ ഒരു കാര്യത്തിലും അവർക്ക് ഒരു ഇമ്പോസ് ചെയ്യാനൊക്കെ, ഒരു അഡ്വൈസറി പോലെയൊക്കെയുള്ള കാര്യങ്ങളെ അവർക്ക് ചെയ്യാനൊക്കെയുള്ളൂ. അല്ലാതെ പലപ്പോഴും ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പോലും ഉള്ള കാര്യങ്ങളിൽ ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അത് US-ന്റെ ഫണ്ടിങ്ങും അല്ലെങ്കിൽ US-ന്റെ നിയന്ത്രണത്തിലും തന്നെയാണ് പലപ്പോഴും ഇതുപോലുള്ള ലോകരാഷ്ട്രങ്ങളെ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളൊരു തീരുമാനങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം പലപ്പോഴും കഴിഞ്ഞ ട്രംപ് 1.0-ലാണെങ്കിലും അദ്ദേഹം ഒരു പക്ഷെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഫുൾ പവർ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിൻ്റെയും മറ്റുമൊക്കെ ഉള്ള ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. അദ്ദേഹത്തിന് ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം ഇന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഡിസ്റിഗാർഡ് ചെയ്യാണ്. അദ്ദേഹം വളരെ അറഗൻ്റായിട്ട് ഡിസ്റിഗാർഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു നീജർക്ക് പോലെ ചെയ്യുന്നതാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? അതിന് പല സാമ്പത്തിക വിദഗ്ധരും ഇതിനെ കാണുന്നത് US-ന് തന്നെ ഇത് ഭയങ്കരമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. ഇതിനകത്തൊരു എസ്പെഷ്യലി ഈ ഒരു ഷോർട്ട് ടേമിൽ, കാരണം ഈ പ്രൊഡക്ഷൻ കൂട്ടുക എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കില്ല. അപ്പം നാച്ചുറലി ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഇൻ പ്രൈസസ് ഉണ്ടാകും. ഒരു റിസഷനറി ഒരു ലെവലിലേക്ക് പോയേക്കാം എന്ന് വരെയൊക്കെ ഉള്ള രീതിയിലാണ് ഈ പലരും ഇതിനെ കാണുന്നത്. പിന്നെ ഭാരതത്തിൻ്റെ കാര്യം വയ്ക്കുകയാണെങ്കിൽ ഒരു വലിയ തോതിലുള്ള ഈ സ്പെസിഫിക് സെക്ടർ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഷ്രിമ്പിൻ്റെ കാര്യം പറഞ്ഞു, ആ സ്പെസിഫിക് സെക്ടറിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാവില്ല എന്ന് പറയാനൊക്കില്ല. പക്ഷെ നമുക്ക് ഒരു ഗുണം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡൊമസ്റ്റിക് കൺസംഷൻ വളരെ ഹൈ ആണ്. നമ്മൾ ഏതാണ്ട് GDP-യുടെ 70% ഡൊമസ്റ്റിക് കൺസംഷനാണ്. ആ ഡൊമസ്റ്റിക് കൺസംഷൻ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ഒരു ബഡ്ജറ്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഏതാണ്ട് 12 ലക്ഷം രൂപയാണ് നമ്മുടെ ഒരു ഇൻകം ടാക്സിന്റെ ലിമിറ്റായിട്ട്. ഏതാണ്ട് ആവറേജ് ഒരു 1 ലക്ഷം രൂപ വരെയുള്ള ബെനഫിറ്റ് എല്ലാ ടാക്സ് പേയേഴ്സിനും കിട്ടുന്ന ഒരു രീതിയിൽ ഏതാണ്ട് 3-4 ലക്ഷം കോടി രൂപയുടെ ഒരു ഒരു കൺസംഷന് വേണ്ടി അല്ലെങ്കിൽ സ്പെൻഡിങ് കപ്പാസിറ്റി ഉണ്ടാകാവുന്ന രീതിയിലുള്ള ഒരു പൈസ ഇപ്പം മാർക്കറ്റിലേക്ക് വരുന്ന ഒരു വർഷമായിട്ട് മാറി. അപ്പോൾ ഇത് നേരത്തെ കണ്ട് എടുത്തൊരു തീരുമാനമാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കണം. അപ്പോൾ ഒരു സ്വന്തം രാഷ്ട്രത്തിന്റെ കാര്യം വരുമ്പോൾ ട്രംപ് ഫ്രണ്ടാണോ, നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ഇക്വേഷൻ കറക്റ്റ് ആണോ എന്നുള്ളതല്ല അവിടുത്തെ കാര്യം. അവരവരുടെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഈ പറയുന്ന ഒരു ആസ് എ മാർക്കറ്റ് ഒരു 1.5 ബില്യൺ വരുന്ന ഒരു ജനസമൂഹത്തെ ഒരിക്കലും അങ്ങനെ മാറ്റി നിർത്തി ഇത് ചെയ്യാൻ ഒക്കില്ല. പിന്നെ നമ്മളിപ്പോ തന്നെ ഒരുപാട് രാഷ്ട്രങ്ങൾക്ക് നമ്മുടെ വാക്സിൻ ഡിപ്ലോമസി ആണെങ്കിലും ഒരുപാട് രാഷ്ട്രങ്ങളുമായിട്ടും വലിയ തോതിലുള്ള ഒരു അടുപ്പം നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ വ്യാപാരം ഇതിൽ നിന്ന് കുറയുകയാണെങ്കിൽ പോലും നമുക്കത് ഓഫ്സെറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതുണ്ടാവില്ല എന്നല്ല, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് പല രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ പല പല മേഖലകളിലെയും ഈ ഇലക്ട്രോണിക്സ് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ ഇമ്പാക്ട് ഉണ്ടായേക്കാം. ശരിയാണ്. ശ്രീ രഞ്ജിത്ത് കാർത്തികൻ, ഇന്ന് മോത്തിലാൽ ഒസ്വാളിന്റെ ഒരു സ്റ്റഡി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് കാര്യമായ രീതിയിൽ ഇത് ഇന്ത്യയെ അഫക്ട് ചെയ്തില്ല. ഇന്ത്യയുടെ GDP ഏതാണ്ട് 1.1% മാത്രം ഭാഗത്തെ ബാധിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ KN രാഘവൻ, അദ്ദേഹം പറഞ്ഞതുപോലെ പരസ്പര താരിഫ് ഓരോ രാജ്യത്തിനും ഓരോ താരിഫ് ആകുമ്പോൾ ഇത് സ്വാശ്രയത്തിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണോ അതോ ആഗോളവൽക്കരണത്തെ തടസ്സപ്പെടുത്തുന്നതാണോ? ഇത് എന്തുകൊണ്ട് ട്രംപ് ഇത് ചെയ്തു എന്നുള്ളതിനെ പറ്റി പല തിയറിയുണ്ട്. ഒന്ന് നമുക്ക് ശ്രീ രഞ്ജിത്ത് പറഞ്ഞ പോലെ അമേരിക്കയുടെ തന്നെ ഒരു സാമ്പത്തിക സ്ഥിതി കുറച്ച് പരിങ്ങലിലായതുകൊണ്ട് ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷെ അതിലുപരിയായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അമേരിക്കയിലുള്ള വലിയ വ്യവസായങ്ങളെല്ലാം തന്നെ ആദ്യം മെക്സിക്കോയിലേക്കും പിന്നെ ചൈനയിലേക്കും ഇപ്പൊ വിയറ്റ്നാമിലേക്കൊക്കെ അവരുടെ നിർമ്മാണം മാറ്റി. അപ്പൊ പല മേഖലകളിലും ഇപ്പൊ ഈ വൈസ് പ്രസിഡന്റ് വാൻസ് ഒക്കെ വരുന്ന റെസ്റ്റ് ബെൽറ്റ് എന്നാണ് പറയുന്നത്. കാരണം അവിടെയുള്ള വെള്ളക്കാർക്കൊന്നും ജോലി ഇല്ലാത്ത സ്ഥിതിയായി. കാരണം വ്യവസായങ്ങളെല്ലാം മാറി. അപ്പൊ വ്യവസായികൾക്ക് ധാരാളം പൈസ കിട്ടുന്നുണ്ട്, പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്തും പലയിടത്തും ബിസിനസ് നടത്തി അവർക്ക് വേണ്ട പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു വലിയ ശതമാനം ആൾക്കാർക്ക് ജോലി ഇല്ലാതെ വന്നു. അപ്പൊ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ഞാൻ അമേരിക്കയിലേക്ക് നിർമ്മാണ പ്രവർത്തനം രണ്ടാമത് കൊണ്ടുവരുന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ ട്രംപ് കൊടുത്താണ്. നമുക്ക് ഓട്ടോമൊബൈൽ സെക്ടർ തന്നെ എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ട്രംപിന്റെ ആദ്യ ഊഴത്തിൽ ട്രംപ് തന്നെ മുൻകൈ എടുത്തിട്ടാണ് ഈ അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു എക്കണോമിക് സോൺ കൊണ്ടുവന്ന് ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എല്ലാം കൊണ്ടുവന്ന്. അപ്പൊ അതിന് കടകവിരുദ്ധമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഓട്ടോമൊബൈൽസിന്റെ മുകളിൽ ഡ്യൂട്ടി വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അമേരിക്കയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും, എന്നാ പിന്നെ കുഴപ്പമില്ലോ. പക്ഷെ ഇത്ര വലിയൊരു ഇൻഡസ്ട്രിക്ക്, പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയ ഇൻഡസ്ട്രിക്ക് ഇത്ര വേഗം ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സമയമെടുക്കും. അപ്പൊ ഇതിന്റെ ഷോർട്ട് ടേം ഇമ്പാക്ട് എങ്ങനെയായാലും കുറച്ചു നാളത്തേക്ക് അമേരിക്കയെ ബുദ്ധിമുട്ടാവും. കാരണം ഈ നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ ഇതുവരെ ഡെലിവറി അറ്റ് ഡോർ സ്റ്റെപ്പ് ഇതിലാണ് മിക്കവാറും എല്ലാ കച്ചവടങ്ങളും ഇന്ത്യ എന്നുള്ളതെല്ലാം. കാരണം അവിടെ ഡ്യൂട്ടി ഇല്ല. അപ്പൊ ഇവിടുന്ന് സാധനം ഫാക്ടറിയിൽ നിന്ന് പോർട്ട് വരെ എത്തി, പോർട്ടിൽ നിന്ന് ഫ്രൈറ്റ് അമേരിക്കയിൽ ലാൻഡ് ചെയ്യുക, അമേരിക്കയിൽ അവിടുത്തെ ഗോഡൌണിൽ എത്തിക്കുന്ന വരെയുള്ള റേറ്റിലാണ് ഓർഡർ ഇതുവരെ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഓർഡർ പ്രകാരം ഒരു അധിക ചുങ്കം വരികയാണെങ്കിൽ അത് എക്സ്പോർട്ടർ തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇത് അധികം നാൾ എക്സ്പോർട്ടർക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം അയാളുടെ മാർജിനേക്കാളിലും കൂടുതൽ ചുങ്കം വരികയാണെങ്കിൽ അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വർഷം പുതിയ ഓർഡർ ഒന്നും വന്നിട്ടില്ല. ഞാൻ പറയുന്ന മത്സ്യസമ്പത്ത് മേഖല മാത്രമല്ല, ബാക്കിയുള്ള മേഖലകളിൽ ഒന്നും പുതിയ ഓർഡറുകൾ അമേരിക്കൻ കമ്പനി കൊടുക്കുന്നില്ല. കാരണം അവർക്ക് അറിയില്ല എന്തായിരിക്കും റേറ്റ് എന്നുള്ള കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി അമേരിക്കൻ എക്കോണമിയിൽ വരുന്നുണ്ട്. അത് നല്ലതല്ല. അപ്പൊ അത് കാരണം ഷോർട്ട് ടേമിലെങ്കിലും വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻ അവിടെ ഉണ്ടാകും. അപ്പൊ അത് എങ്ങനെ നേരിടും എന്നുള്ളത് നമുക്ക് അറിയില്ല. രണ്ടാമത് ട്രംപ് പറയുന്ന പോലെ ഈ റവന്യൂ കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെയുള്ള ഇൻകം ടാക്സ് കുറയ്ക്കും, അല്ലെങ്കിൽ കമ്പനിയുടെ മുകളിലുള്ള ടാക്സ് കുറയ്ക്കുന്ന പറയുന്നൊക്കെ എത്രത്തോളം പ്രാവർത്തികമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഒരു വലിയ രീതിയിൽ നമ്മൾ ഇന്ത്യയിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ചെറിയ മേഖലകളെ ബാധിക്കുകയുള്ളൂ എങ്കിലും നമ്മുടെ മൊത്തത്തിലുള്ള എക്സ്പോർട്സിന്റെ 17% അമേരിക്കയിലേക്കാണ് പോകുന്നത്. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ മേഖലയിൽ നമ്മൾ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ കൂടി നോക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു നല്ല ശതമാനം ആൾക്കാരെ ഇത് ബാധിച്ചേക്കാം. പുതിയ മാർക്കറ്റുകൾ, പുതിയ വിപണികൾ കണ്ടുപിടിച്ചേക്കാം. നമ്മൾ ചൈനയായിട്ട് ഇപ്പൊ കുറച്ചു നാള് ഉണ്ടായിരുന്ന ആ ഒരു തർക്കത്തിൽ ആ മഞ്ഞ് ഉരുകിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇന്ത്യ ചൈന ബന്ധം നന്നാവുമ്പോൾ നമുക്ക് ചൈനയിലേക്ക് കൂടുതൽ കയറ്റുമതി ചെയ്യാൻ സാധിച്ചേക്കാം.
പുതിയ വിപണിയെല്ലാം കണ്ടുപിടിച്ച, പക്ഷെ അതിനെല്ലാം കാലതാമസം എടുക്കും. അപ്പൊ അവിടെ ഷോർട്ട് ടേം ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നവർ ഇവിടെയും ഈ മേഖലകളിൽ ജോലി എടുക്കുന്നവർ, ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു വലിയ ബുദ്ധിമുട്ട് ഷോർട്ട് ടേമിലെങ്കിലും ആ ഇമ്പാക്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. 1.1% ഉള്ളൂ എന്ന് പറഞ്ഞാലും അതിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ എണ്ണം പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ രാജ്യത്ത് ചെറുതല്ല. ഓക്കെ, ശരി. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇത് ഉണ്ടാക്കിയേക്കാവുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? റിട്ടാലിയേഷൻ, ഇമ്മീഡിയറ്റ് പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ നാച്ചുറലി ബാക്കിയുള്ള ഒരു രാഷ്ട്രങ്ങളും വെറുതെ ഇരിക്കുന്നതൊന്നുമില്ല. ഇപ്പോൾ ഓൾറെഡി മെക്സിക്കോയും ജർമ്മനിയും ഒക്കെയുള്ള രാഷ്ട്രങ്ങൾ അവര് അതിൻ്റെ ഒരു പ്രതികാരത്തിന് തിരിച്ചുള്ള ഒരു നടപടി പോലെ ഒരു തീരുവയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വൈഡ്ലി ഒരു ഇന്റർകണക്റ്റഡ് രാഷ്ട്രങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഒരു പെട്ടെന്നൊരു പ്രതികാര തീരുവ നടത്തി ഒരു വിന്നറാകാം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ദാറ്റ് വാസ് ഒരു നോട്ട് ഒരു റൈറ്റ് കൈൻഡ് ഓഫ് ഡിസിഷൻ. അപ്പോൾ നാച്ചുറലി ഇതിനൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാവുമെങ്കിലും ഇത് സെറ്റിൽ ഡൗൺ ചെയ്യണം. അതിനും വലിയ സമയം എടുക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു റിസർച്ചിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ബേസിക്കലി ഒരു രാഷ്ട്രത്തിന് സർവൈവ് ചെയ്യും. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് കൺസംഷൻ കൂടും. ഇപ്പം ഷ്രിമ്പിൻ്റെ ആക്ച്വൽ വില എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ലോക്കൽ കൺസംഷന് വേണ്ടി മാറ്റി വയ്ക്കാൻ ഒക്കുന്ന ഒരു സാഹചര്യം ഈ എക്സ്പോർട്ടേഴ്സും ബാക്കിയുള്ളവരും നോക്കും. അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രത്തിലേക്ക് ഈ കയറ്റുമതി ചെയ്യാനായിട്ടുള്ളൊരു രൂപം നോക്കും. ഇതിനൊരു ഷോർട്ട് ടേം ഇത് മാത്രമേ ഭാരതത്തിനെ സംബന്ധിച്ച് കാണുന്നുള്ളൂ. ഞാൻ എന്തായാലും ഇപ്പം ശ്രീ രാഘവൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു റിപ്പിൾ ഇഫക്റ്റ് ഉണ്ട്, ഇതിന്റെ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ഉണ്ട്. എന്നാലും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒരു അവെയറാണ്. നമ്മൾ അതിനുള്ള ചാൻസസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചൈന ഭയങ്കരമായ രീതിയിൽ ഇതിനെ ഉണ്ടാക്കും. ഈ അമേരിക്കയ്ക്ക് ഒരു ബാക്ക് യാർഡ് ഡേർട്ടി ആകണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഈ പറയുന്ന മുഴുവൻ മാനുഫാക്ചറിങ്ങും ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റിയത്. ഇത് പെട്ടെന്നൊരു സമയത്ത് ഈ ടാരിഫ് വാർ കൊണ്ട് അല്ലെങ്കിൽ ടാരിഫ് ഇമ്പോസ് ചെയ്തുകൊണ്ട് ഇതെല്ലാം തിരിച്ചു വരണമെന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ഇത് ഒരുപാട് കാലങ്ങൾ കൊണ്ട് ഒരുപക്ഷെ തിരിച്ചു വന്നേക്കാം. രണ്ട്, ഇതിനകത്ത് പല മാനുഫാക്ചറിങ് കാര്യങ്ങളും റെയർ എർത്ത് പോലുള്ള അവൈലബിലിറ്റി ഉള്ള കാര്യങ്ങളിൽ ചൈനയ്ക്കുമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സേ ഉള്ള ഒരു സമയമാണ്. എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയും ബ്ലോക്ക് ചെയിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതിന് ഒരു ഡെഫിനറ്റ് ആയിട്ടും അയവ് വരും എന്ന് തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഈ പറയുന്ന ഒരു ഫോളി, ഈ ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ എന്തായാലും നമുക്ക് ഇന്ന് രാത്രി ലേറ്റായിട്ട് എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു യഥാർത്ഥ ഇമ്പാക്റ്റ് അറിയാനൊക്കുള്ളൂ. പക്ഷെ എന്നാൽ പോലും മറ്റ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടുകയും ബ്രിക്സ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടുകയും. ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ നമ്മുടെ ഒരു 1991 പോലെ അല്ല ഇന്ന് 2025. 91 ഒരു വളരെ ശക്തമായ നമ്മുടെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആണെങ്കിലും നമ്മുടെ ഒരു ഫ്രജൈൽ ആയിട്ടുള്ള ഒരു എക്കോണമിയിൽ നിന്ന് മാറി അറ്റ് എ ടൈം വെൻ യു ക്യാൻ സ്റ്റാൻഡ് അപ്പ് ആൻഡ് ടോക്ക്, അല്ലെങ്കിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എക്കോണമി, വളരെ വലിയ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉള്ള ഒരു എക്കോണമി, വളരെ ഡിമാൻഡ് കൂടുന്ന ഒരു എക്കോണമി, ഇത്രയും ആളുകൾ ഇവിടെയുള്ള ഒരു വലിയ മാർക്കറ്റ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും US-നെ പോലൊരു രാഷ്ട്രത്തിന് ഡിസ്റിഗാർഡ് ചെയ്യാൻ ഒക്കില്ല. അപ്പം ഭാരതമാണെങ്കിലും ചൈനയാണെങ്കിലും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ഇവരെല്ലാം ഇതിനൊക്കെ ഏതാണ്ട് ഒരു റിട്ടാലിയേഷൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായ ഇതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 55 കോടി ആളുകൾ ഇവിടെ ടാക്സ് പേ ചെയ്യുന്നതിലെ ഏതാണ്ട് ഓരോരുത്തർക്കും 1 ലക്ഷം രൂപയോളമാണ് ഇന്ന് നമുക്ക് ഈ പറയുന്ന 12 ലക്ഷം വരെയുള്ള ഒരു എക്സംഷൻ വന്നപ്പോഴത്തേക്ക് ഒരു അൺലോക്ക് ചെയ്യാൻ പറ്റിയ ഏതാണ്ട് ആവറേജ് ഒരു 1 ലക്ഷം രൂപ വെച്ചൊക്കെ ആണെങ്കിലും നമുക്കറിയാം ആ തലത്തിലുള്ള കൺസംഷൻ ഇംപ്രൂവ്മെന്റിനുള്ള ഓൾറെഡി ഫെബ്രുവരിയിൽ തന്നെ നമ്മൾ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നു. അങ്ങനെയുള്ളപ്പോൾ നാച്ചുറലി എല്ലാ രാഷ്ട്രങ്ങളും അപ്പോൾ ഒരു യൂണിലാറ്ററലായിട്ട് അല്ലെങ്കിൽ ഒരു ലോകത്തെ മുഴുവൻ ലോങ് ടേമിൽ ഇത് ഒരു അടക്കി ഭരിക്കാമെന്നുള്ളൊരു രീതി
ഒരു പക്ഷേ ഇനി അത് നടക്കില്ല. കാരണം നമ്മൾ വേറെ നേരത്തെ ഇവിടെ പറയുണ്ടായി മറ്റേ ഒരു ഡ്രാഗൺ, എലഫന്റ്, ടാങ്കോ എന്നൊക്കെ പറഞ്ഞ് ചൈന വളരെ വളരെ പോസിറ്റീവായിട്ട് ഭാരതവുമായിട്ട് ചർച്ച ചെയ്ത് ഒരു 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 നല്ല നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധം സ്ഥാപിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സമയം ഡെഫിനറ്റായിട്ടും. ഡോക്ടർ കെ എൻ രാഘവൻ, ഈ താരിഫ് മത്സരം ഒരു പൂർണ്ണമായ വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? വലിയ സാധ്യത ഉണ്ട്. ഇപ്പോ നേരത്തെ ശ്രീ രഞ്ജിത്ത് പറഞ്ഞ മാതിരി റിറ്റാലിയേറ്ററി ടാരിഫ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് രാഷ്ട്രങ്ങൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ തന്നെ കാനഡയും മെക്സിക്കോയും ചൈനയുമാണ് ഇതുവരെ ട്രംപിന്റെ ഈ ഒരു ടാരിഫ് യുദ്ധത്തില് നേരിട്ട് ലക്ഷ്യമായിട്ടുള്ളത്. അതിൽ തന്നെ കാനഡയിൽ നമുക്ക് കാണാം, കാനഡയും അവിടുന്ന് UFC വരുന്ന സാധനങ്ങൾക്കുള്ള തീരുവ കൂട്ടി, ചൈനയും വർദ്ധിപ്പിച്ചു. അതുമാതിരി ചൈനയിൽ നിന്ന് ധാരാളം റെയർ മെറ്റൽസും US എക്സ്പോർട്ട് ഉണ്ട്, അതിന്റെ മുകളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ഈ എല്ലാ രാജ്യങ്ങൾക്കും ഇതേ കാര്യങ്ങൾ തിരിച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ സാധിക്കും. എത്രത്തോളം വരുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല, കാരണം ട്രംപ് എത്രത്തോളം ഇത് നീട്ടിക്കൊണ്ട് പോകുന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ട്രംപിന്റെ അവസാന ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പലപ്പോഴും ഏറ്റവും വലിയ എതിരാളി ചൈനയാണെന്നാണ് ട്രംപ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചൈനയ്ക്കെതിരെ ഇത്രയും നാൾ അമേരിക്ക സഹായിക്കുക അല്ലെങ്കിൽ അമേരിക്ക അടുപ്പം കാണിക്കുന്ന ഇന്ത്യയുടെ മുകളിൽ എന്തിനാണ് ടാരിഫ് ഇടുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ, അന്തിമ ലക്ഷ്യമാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തമല്ല. പക്ഷെ ഈ ഒരു ടാരിഫ് യുദ്ധം തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അവസാനത്തെ ഏറ്റവും അധികം നഷ്ടപ്പെടുന്ന അമേരിക്ക ആയിരിക്കും. കാരണം ലോകത്തിൽ ഇങ്ങനെ ഒരു കരാർ കൊണ്ടുവന്ന് അതുവഴി ലോകത്തിന്റെ വാണിജ്യം മുഴുവൻ നിയന്ത്രിച്ച് തങ്ങൾക്ക് ഏറ്റവും അധികം ലാഭം ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി അവരുടെ വ്യവസായികൾക്ക് ഇത്രയധികം ലാഭം നേടിക്കൊടുത്ത് അതിന് പുറമെ ഡോളറിന്റെ കച്ചവടം മുഴുവൻ നടക്കുന്ന അമേരിക്കയിലാണ്. അപ്പൊ ഒരു സമയം എത്രയോ ട്രില്യൺ ഡോളറാണ് അമേരിക്കൻ ബാങ്കുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം നഷ്ടഭാവമാണ്. നേരത്തെ ശ്രീ രഞ്ജിത്ത് ഇതിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ബ്രിക്സിന് വേണ്ടിയിട്ട് ബ്രിക്സിന്റെ ഒരു കറൻസി സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നു അതിന്റെ നഷ്ടം ആർക്കാണ്? ആത്യന്തികമായിട്ട് അമേരിക്കയ്ക്കാണ് നഷ്ടം. അപ്പൊ എത്ര നാൾ ഈ ഭീഷണി വെച്ചുകൊണ്ട് അമേരിക്ക മുമ്പിലേക്ക് പോകും? ഇപ്പോഴുള്ള ഈ റിറ്റാലിയേറ്ററി ടാരിഫിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, ആ ഒരു ടെമ്പററി ഫേസ് മറികടക്കാൻ സാധിക്കുകയാണെങ്കിൽ അമേരിക്കയെ കൂടാതെ, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൂടാതെ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾ, തങ്ങളുടെ വാണിജ്യ കാര്യങ്ങൾ, വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടുപോകാനായിട്ട് ബാക്കി രാഷ്ട്രങ്ങൾക്ക് സാധിക്കും. നമ്മൾ ചിലപ്പോൾ ഈ പറയുന്ന കാര്യം ഒരു 1945 മുമ്പുള്ള ലോകത്തിലേക്ക് മടങ്ങിപ്പോയേക്കും. അന്ന് അമേരിക്ക സ്വസ്ഥമായിട്ട് മാറി എന്നിരുന്ന ഒരു കാലമായിരുന്നു. രണ്ടാം ലോകമായ യുദ്ധത്തിന് ശേഷമാണ് അവർ ഈ ബ്രെട്ടൺ റൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗാറ്റും എല്ലാം കൊണ്ടുവന്ന് ലോകം മുഴുവൻ ഒരു ഗ്ലോബൽ വില്ലേജ് ആണ്, എല്ലായിടത്തേക്കും വളരെ ഫ്രീ ആയിട്ട് ട്രേഡ് നടത്തണം എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരുടെ മുകളിൽ നിയമങ്ങളെല്ലാം അടിച്ചേൽപ്പിച്ച്. അപ്പൊ അത് മാറ്റി ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ ലോകം മുമ്പിലേക്ക് പോകും, അമേരിക്ക പുറകിലേക്ക് പോകും. അപ്പൊ അതിലേക്ക് കാര്യങ്ങൾ എത്തുമോയെന്ന് വ്യക്തമല്ല. കാരണം അമേരിക്കയിൽ ഇത് മുഴുവൻ ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്കയിലുള്ള ആ ഒരു ഹെഫ്റ്റ്, നമുക്കുള്ള ഒരു മസിൽ പവർ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ ഈ മസിൽ പവർ നശിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഈ മസിൽ പവർ കിട്ടുകയും ചെയ്യും, അമേരിക്ക അന്തിമമായിട്ട് പരാജയപ്പെടുകയും ചെയ്യും. അപ്പൊ അതിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലത്തേക്കുള്ള ഒരു ഇത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും സെൻസിൽ പ്രിവെയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴുള്ള വാണിജ്യ വ്യവസായ ചുറ്റുപാടിന്, ആ അന്തരീക്ഷത്തിന് ന്യൂനതകളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും അതെല്ലാവരും അതിനോട് സംയോജിച്ച് പ്രവർത്തിച്ച് വരുന്നതാണ്. ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ അമേരിക്കയായിട്ട് റിറ്റാലിയേറ്ററി ടാരിഫിനല്ല പോകുന്നത്, ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റിനാണ് പോകുന്നത്. കാരണം അമേരിക്ക പോലൊരു വലിയ വിപണി, അമേരിക്കമാരി പലപ്പോഴും പല കാര്യങ്ങളിലും റിസർച്ചിന്റെ എല്ലാം കാര്യത്തിൽ മുമ്പിട്ടിരിക്കുന്ന രാജ്യമായിട്ട് നല്ല ബന്ധം വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ അമേരിക്ക എപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി, ഞങ്ങൾ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്കും പുറകോട്ട് വലിയേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ ഒരു ഫുൾ സ്കെയിൽ ഗ്ലോബൽ ട്രേഡ് വാറിലേക്ക് പോകാതെ ഇരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ് പോലുള്ള ദുർബലമായ മേഖലകളെ സംരക്ഷിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം നടപടികൾ ഉണ്ടാകണമെന്നാണ് താങ്കൾ കരുതുന്നത്? ഡെഫിനറ്റായിട്ട് PLI ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പ്രോഗ്രാം ആണ് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ്. പക്ഷേ PLI മാറ്റങ്ങൾ വരുത്തി. PLI പഴയ രൂപത്തിലല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. ഡെഫിനറ്റായിട്ടും. പക്ഷേ ഈ PLIക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് കുറെ കൂടെ എഫിഷ്യൻ്റ് ആയിട്ട്, എനിക്ക് തോന്നുന്നു $25 ബില്യൺ മറ്റോ ആണ് ഈ പ്രാവശ്യം നമ്മൾ PLI ഇൻസെൻറ്റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ സ്ട്രക്ചറിലും ഒക്കെ മാറ്റം വെച്ചിരിക്കുന്നത് ഒരു പക്ഷേ നമുക്ക് അത് മനസ്സിലായി അല്ലെങ്കിൽ ബെറ്റർ ചെയ്യാനുള്ള രീതി തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോണിക്സിലാണെങ്കിലും ഫാർമയിലാണെങ്കിലും ഒക്കെ
ഇപ്പോൾ ഫോക്സ്കോണും ടാറ്റയും എല്ലാം ഈ ഐഫോൺ പോലുള്ള ഇതിൻ്റെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സെക്ടറിൽ ഇപ്പോൾ US എന്തുകൊണ്ടാണ് ട്രംപിൻ്റെ ആദ്യത്തെ വിസിറ്റ് സൗദി പോലുള്ളൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നത്? നേരത്തെ ഇവിടെ പറയുണ്ടായി ഈ ബ്രിട്ടൻ വുഡ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം ഗോൾഡ് സ്റ്റാൻഡേർഡ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ സഹായിച്ച ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് സൗദി തന്നെയാണ്. അതാണ് പെട്രോ ഡോളറിന്റെ ആവിർഭാവം. ഇന്ന് പെട്രോ ഡോളർ ഇല്ല, പെട്രോളിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, ഈ ഓയിൽ ട്രേഡിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഡോളർ എന്ന് പറയുന്നത് യാതൊരു രീതിയിലും വാല്യൂ ആയിട്ടുള്ളൊരു കാര്യമാകില്ല. ആ സപ്പോർട്ടിന്റെ കാര്യമുണ്ട്. അപ്പം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ഒരു രാഷ്ട്രമാണ് ഈ സൗദി അറേബ്യ. അതുകൊണ്ടാണ് ട്രംപിന്റെ ആദ്യത്തെ ഒരു ഫോറിൻ വിസിറ്റ് എന്ന് പറയുന്നത് സൗദിയിലേക്ക് പോകുന്നത്. അപ്പം നാച്ചുറലി ഇവരെല്ലാവരും തന്നെ ഈ പറയുന്ന ഡോളർ ഡിപ്പെൻഡൻസി ഭയങ്കരമായി ഒരു ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ US മാത്രമല്ല ഒരു മാർക്കറ്റ്, ബാക്കിയുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഒരു മാർക്കറ്റ് തന്നെയാണ്. ഇന്ന് ആ ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ഫാർമയിലാണെങ്കിലും ഇപ്പം നമ്മൾ ഒരുപാട് ആഫ്രിക്കയിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് ചെയ്യാനുണ്ടായി. നമുക്ക് ആഫ്രിക്കയുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ടായി. ഈ വാക്സിൻ ഡിപ്ലോമസിയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അപ്പം US-ന്റെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയ ടാരിഫ് ഇംപ്ലിമെന്റേഷൻ നേരത്തെ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇറ്റ് വിൽ കോസ് ഡാമേജ് ടു ദി US എക്കോണമി എന്ന് തന്നെയാണ് എല്ലാവരും ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ട്രംപ് 1.0 ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുമെങ്കിലും ആ ഇംപ്ലിമെന്റേഷൻ സമയത്ത് അദ്ദേഹം അത്ര ഒരു ഹാർഡായിരുന്നില്ല. അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നു ഒരു വാർ വേജ് ചെയ്യാത്തൊരു അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഈ പറയുന്ന പോലെ അഗ്രസീവായിട്ട് ഒരു കാര്യങ്ങൾ പറയുമെങ്കിലും ആ ഇംപ്ലിമെന്റേഷനിലൊക്കെ അപ്പൊ ഈ പറയുന്ന ഒരു വിരട്ടിയിട്ട് ആളുകളെ ലൈനിൽ കൊണ്ടുവന്ന് ഒരു ബിസിനസ്സുകാരനാണ് ട്രംപ്. ഇസ് ബേസിക്കലി ബിസിനസ്. വ്യക്തമാണ്. അപ്പൊ നാച്ചുറലി ഭാരതമായിട്ട് എൻഗേജ് ചെയ്യും. ഈ പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് അത് നടന്നിട്ടില്ല എങ്കിൽ അദ്ദേഹം അതിനെ റീവാമ്പ് ചെയ്യും. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോകും. അപ്പൊ നമ്മുടെ ഒരു ഇനീഷ്യൽ ഇമ്പാക്ട് ഉണ്ടാകുകയാണെങ്കിലും ഒരു ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു നെക്സ്റ്റ് ലെവലിലേക്കുള്ള വലിയ മീഡിയം ടേം ലോങ് ടേം പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്നാണ് വ്യക്തമാണ്. ഡോക്ടർ KN രാഘവൻ, വളർന്നു വരുന്ന വിപണികൾക്ക് ഈ പരസ്പര താരിഫ് ഉയർത്തുന്ന അപകട സാധ്യതകൾ എന്തൊക്കെയാണ്? അതിന്റെ ഒരു വലിയ ഉദാഹരണം ഇന്ത്യ തന്നെയാണ്. 1991 വരെ നമ്മുടെ എത്ര ഉയർന്ന താരിഫായിരുന്നോ അന്ന് നമ്മുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് ആ കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തികൾക്കെല്ലാം ഒരു അറിയാവുന്നതാണ്. നമ്മുടെ റോഡുകളിൽ ആകെ 2 കാറേ ഉള്ളൂ. അതിന് പുറമെ ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തുള്ള സ്വർണം തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലേക്ക് മാറ്റി പണയം വെച്ച് നമ്മുടെ ആ ഒരു സമയത്തുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റിന് വേണ്ടി അത്രയും ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ തീരുവ കൂട്ടി ഒരു ടാരിഫ് ഫോൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മാത്രമുള്ള ഒരു ലോകത്തിലേക്ക് വരികയാണെങ്കിൽ പുരോഗതി ഉണ്ടാവില്ല, പുതിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ലോകത്തിൽ ബാക്കിയുള്ള ഭാഗത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവില്ല, നമ്മൾ പുറയിലേക്ക് പോകും. അതാണ് ഏറ്റവും വലിയ ഭീഷണി. അപ്പൊ ബാക്കി ലോകവുമായിട്ട് നമ്മൾ സമന്വയപ്പെട്ട് അവിടെ നടക്കുന്ന മാറ്റങ്ങൾ കൂടി ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം നമുക്ക് മുന്നേറാൻ സാധിക്കും. അവിടെയുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കി അതിനൊപ്പമുള്ള അതേ പേസിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ WTO എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അത് കാരണമുള്ള ഗുണങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ ധാരാളം രാജ്യങ്ങളായിട്ട് നമുക്ക് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ട്രേഡ് മാത്രമല്ല. ഇപ്പൊ നമുക്ക് സിംഗപ്പൂരുമായിട്ട് കോംപ്രിഹെൻസീവ് എക്കണോമിക് കോഓപ്പറേഷൻ അഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ ഇന്ത്യക്കാർക്ക് സിംഗപ്പൂർ പോയി ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സർവീസ് ഇൻഡസ്ട്രിക്ക് ഈ നമ്മൾ നോക്കുമ്പോൾ ടാരിഫ് ഇടുന്നത് ഗുഡ്സിന്റെ മുകളിൽ മാത്രമാണ്. സർവീസ് ഇൻഡസ്ട്രിക്ക് ധാരാളം പ്രോത്സാഹനം ഇതുവഴി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് അതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ ലോകത്തിൽ വേഗം പുരോഗമിച്ച രാജ്യങ്ങളെല്ലാം തന്നെ എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത് ആണ്. നമ്മൾ 2ാം ലോകയുദ്ധത്തിൽ തകർന്ന രാജ്യങ്ങളാണ് ജപ്പാനും കൊറിയയെല്ലാം. അവർക്ക് എന്തുകൊണ്ട് ഇത്ര വേഗം ഒരു വലിയ ശക്തിയാവാൻ സാധിച്ചു? 1977 ഇന്ത്യക്കാട്ടിലും പുറകിലായിരുന്നു ചൈന. എന്തുകൊണ്ട് അവർക്ക് ഇത്ര വേഗം ഒരു സമ്പദ് ശക്തിയായിട്ട് വരാൻ സാധിച്ചു? എല്ലാം എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത് ആയിരുന്നു. അപ്പൊ എക്സ്പോർട്സിന് ഇതുകൊണ്ട് തന്നെ വലിയൊരു റോളുണ്ട്. കാരണം ഒരു ലോകമാണ് വിപണി എന്നുള്ള രീതിയിൽ ആ ലോകത്തിന്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ വിപണിയുടെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് വേണ്ട ഉൽപാദനങ്ങളും സേവനങ്ങളും നൽകാൻ മാത്രം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെക്കാട്ടിൽ മുമ്പോട്ട് വെക്കാൻ സാധിക്കുകയും പുരോഗതി ഉണ്ടാകാനായിട്ട് സാധിക്കുള്ളൂ. ആ പുരോഗതി എന്ന് വെച്ചാൽ ആത്യന്തികമായിട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഇത്രയധികം ലക്ഷം ജനങ്ങളെ, കോടിക്കണക്കിന് ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് ചൈനയ്ക്ക് ഉയർത്താൻ സാധിച്ചത്. അപ്പൊ അതേ മോഡൽ അതുമാതിരി ഇന്ത്യക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും തീർച്ചയായിട്ടും കയറ്റുമതി നമുക്ക് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ള ഒരു വിപണിയിൽ ഒരു ഫ്രീഡം വരികയാണെങ്കിലും ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് വഴി അത്
ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ടായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ രാഷ്ട്രം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ സർക്കാർ ചെയ്യുന്ന ആദ്യമായിട്ട് ഒരു ബൈലാറ്ററൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി മോദിയും കൂടിയുള്ള ഇതിൽ $500 ബില്യൺ ട്രേഡിലേക്ക് എത്തിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ, അത്രയ്ക്ക് അധികം ട്രേഡ് വരികയാണെങ്കിൽ അത് വാണിജ്യം നടക്കാൻ അതിന്റെ നേരത്തെ പറഞ്ഞ അതിന്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. അതുപോലെ തന്നെ പക്ഷെ നമ്മൾ എല്ലാ മുട്ടയും ഒരു കൊട്ടയിലിടരുന്ന് പറയുന്ന പോലെ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക്, കാരണം ട്രംപ് ഒരു ഉദാഹരണം കാണിച്ചു തന്നാണ്, ബാക്കിയുള്ള രാജ്യങ്ങൾക്കും ഇതുമാതിരിയുള്ള ഭരണാധികാരികൾ ഉണ്ടാകാം, ഇതുമാതിരിയുള്ള നയങ്ങൾ അവരും കൊണ്ടുവരാം. അതെല്ലാം നേരിടണമെങ്കിൽ നമ്മൾ എപ്പോഴും ലോകത്ത് മുഴുവൻ എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക ഇതുപോലുള്ള രാജ്യങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി പുതിയ വിപണികൾ തീർണം. അതുമാതിരി തന്നെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെക്കാളും ഒരു പടി മുമ്പിൽ നിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ടാരിഫ് വാൾ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. നമ്മൾ ആ പഴയ ലോകത്ത് തന്നെ എത്തിക്കുള്ളൂ. അപ്പൊ ടാരിഫ് വാൾ ഇല്ലാതെ കൂടുതൽ ഇൻപുട്സും റോ മെറ്റീരിയൽസും ഐഡിയാസും ടെക്നോളജീസും വന്ന് ആ ഒരു രീതിയിൽ ഉള്ള ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഈ നാട്ടിൽ ഉണ്ടാകണം. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, പരസ്പര താരിഫുകൾ ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തെ എങ്ങനെ ബാധിക്കും? നാച്ചുറലി ഈ പറയുന്ന പോലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനകത്ത് വളരെ വലിയ ഒരു പാർട്ടിസിപ്പേഷൻ US നിന്നുണ്ടായിരുന്നു. അപ്പം FDI എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ ഇന്ത്യയെ പറ്റി പറയുമ്പം ട്രംപ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ PLI സ്കീം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും നമ്മുടെ ഒരു മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ്, ഇത് രണ്ടും അദ്ദേഹത്തിനകത്ത് അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഇത് ഭാരതത്തിന് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു. പക്ഷേ ഒരു FDIക്ക് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഇവിടെ വരുന്ന നമ്മളൊരു ബെഗ്ഗിംഗ് ബൗളുമായിട്ട് പോകുന്ന ആളുകളല്ല. ഇവിടെ വന്ന് നിങ്ങൾ നമ്മുടെ ഒരു ടാലൻ്റ് ഉണ്ട്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വർക്കിംഗ് ഏജ് പോപ്പുലേഷനാണ്. അതിനകത്ത് സ്കില്ലിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇല്ല എന്നല്ല, ചലഞ്ചസ് ഒരുപാടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഭാരതത്തിലേക്ക് ആളുകൾ വരാനായിട്ടുള്ളൊരു കമ്പൽഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷനാണ്. ഈ പോപ്പുലേഷൻ എന്ന് പറയുന്ന കാര്യത്തിലാണ് നമ്മൾ ലിവറേജ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി തന്നെയാണ് പല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ഇത് ചെയ്യുന്നത്. അപ്പം നാച്ചുറലി വേൾഡ് നോക്കുമ്പോൾ ഇപ്പൊ യൂറോപ്പ് മുഴുവൻ നമ്മളെ അറിയാം, ഒരു വലിയ ഡെലിഗേഷനാണ് ഇവിടെ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വന്നത്. അമേരിക്ക, ഈ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ ആളില്ല. അതുകൊണ്ടാണ് അവർ പല രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മൈഗ്രേഷനൊക്കെ അനുവദിച്ചത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്താണെങ്കിലും, അപ്പം ഒരു പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രി ഇത് തന്നെയായിരുന്നു ചൈനയ്ക്കും. ചൈനയുടെ ഒരു വലിയ ബെനിഫിറ്റ് എന്തായിരുന്നു? അവരുടെ ഒരു വർക്കിംഗ് ഏജ് പോപ്പുലേഷനാണ്. ഇന്ന് അവർ ഏതാണ്ട് 40 പോയി തുടങ്ങി. ഭാരതത്തിന് ഒരു 26-27 ആ റേഞ്ചിൽ നിൽക്കുന്നത് കൊണ്ട് FDI എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് വന്നേ പറ്റൂ. ഒരു പക്ഷേ ഒരു ഷോർട്ട് ടേമിൽ ഈ പറയുന്ന ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ഒരു അൺസർട്ടിനിറ്റി ഉണ്ടാകുന്ന സമയത്ത് വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഭാരതത്തിലേക്ക് മാനുഫാക്ചറിങ് ഡെഫിനറ്റ് ആയിട്ട് പോളിസി സപ്പോർട്ടും അങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സും ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ അത് നമുക്ക് എടുക്കാനൊക്കെ. ഇന്ത്യയുടെ FDI എന്ന് പറയുന്നത് നമ്മളെ ഇമ്പാക്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതായത് ഇന്നത്തെ ഓഹരി വിപണി, ഇന്ത്യയിലെ ഓഹരി വിപണി, ഇന്നലെ അമേരിക്കൻ വാൾ സ്ട്രീറ്റ് തുടങ്ങിയ വിപണികൾ ഇതിനോട് പോസിറ്റീവായാണ് പ്രതികരിച്ചിരിക്കുന്നത്. വിപണി ഇന്ന് അപ്പാണ്. അപ്പോൾ ഈ തരത്തിൽ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇത് സെക്കൻഡറി മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് ഒരു പക്ഷേ ഒരു ഇത് ഞാൻ FDI-യുമായിട്ട് തുലനം ചെയ്യുന്നില്ല. അപ്പോൾ അതിനകത്ത് ഡിഫറൻസസ് ഉണ്ട്. ഒരു സെക്കൻഡറി മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിൽ വരുന്നത് ഈ പറയുന്ന പോലെ കുറെ കൂടെയൊക്കെ സ്പെക്കുലേറ്റീവ് ആണ്. US-ന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ്മെന്റ്സ് ഒക്കെ ഇത് ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത് ഹാർഡ് കോർ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇവിടെ ഫാക്ടറി ഉണ്ടാക്കുക, ഇവിടെയുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ കൂടുതലായിട്ടും കണക്കാക്കേണ്ടത്. ഒരു ഷെയർ മാർക്കറ്റിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഒരു സെക്കൻഡറി ലെവലിലുള്ളതാണ്. അത് ഒരു സ്പെക്കുലേറ്റീവ് ആണ്. ഈ പറയുന്ന പോലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. അത് എനി നീജർക്ക്, ഇപ്പൊ ട്രംപ് വരുന്നു പോകുന്നു, ഇതെല്ലാത്തിനും ഒരു അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ റിസൾട്ട് ഇതിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാകും. ഇപ്പൊ 40 ലക്ഷം കോടി രൂപ പോയി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതിനോടല്ല ഞാൻ ഒരു റിയൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഭാരതത്തിൽ ഇപ്പൊ പറയുന്ന ഈ ഓട്ടോമൊബൈൽ സെക്ടറിൽ വരുന്നു. ഈ ഓട്ടോമൊബൈൽ സെക്ടറിലൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊരു ഇമ്പാക്ട് ചെയ്യാൻ ഒക്കുന്ന ഒരു മേഖലയാണ്. ഓട്ടോമൊബൈലിന്റെ ഇവിടുത്തെ തീരുവ വരികയാണെങ്കിൽ ഏതാണ്ട് $3,000 മുതൽ $20,000 വരെ ഓട്ടോമൊബൈൽ പ്രൈസ് US ഇൻക്രീസ് ചെയ്യുന്നതാണ് ലേറ്റസ്റ്റ് കണക്ക് പറയുന്നത്. ഞാൻ വായിച്ചതാണ്.
അപ്പം ഓട്ടോമൊബൈൽ സെക്ടറിലാണെങ്കിലും ഇങ്ങനെ പല സെക്ടറുകളിലും ഡയറക്റ്റ് ആയിട്ട് ഇത് FDI എന്ന് പറയുന്ന അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടെക്നോളജി അപ്ഗ്രഡേഷൻ ഉണ്ടാവും. ആ ടെക്നോളജി അപ്ഗ്രേഡ് നമുക്ക് ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യം അതാണ്. നമ്മളൊരു റിസർച്ച് ടു നമ്മുടെ ഫാക്ടറിയിലോട്ടോ പോകുന്ന ഒരു വലിയ ഒരു ഇഫക്റ്റ് നമുക്കുണ്ട്. നമ്മൾ വലിയ ബുദ്ധിജീവികളൊക്കെ ഉള്ള രാഷ്ട്രമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മുടെ റിസർച്ച് ബേസ്, നമ്മുടെ പേറ്റൻസ്, ഇതൊന്നും ഒരിക്കലും നമുക്കൊരു ആക്ച്വൽ കൊമേഴ്ഷ്യൽ വാല്യൂ ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പം FDI വരുന്ന സമയത്ത് കുറേയൊക്കെ നമുക്ക് ആ ടെക്നോളജിയും കൂടി ഇവിടെ വരികയും ഇവിടെയുള്ള സ്കില്ലിംഗ് ഇമ്പ്രൂവ് ചെയ്യുകയും ആ സ്കില്ലിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ജോബ്സ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം നേരത്തെ ശ്രീ രാഘവൻ സാർ പറയുണ്ടായി, നമുക്ക് വളരെ അധികം ബെനഫിറ്റ് ചൈനയ്ക്ക് ഉണ്ടായത് ഏതാണ്ട് $50 ഉണ്ടാക്കുന്ന ആ ഐഫോണിൻ്റെ ഒരു ഇൻസ്ട്രുമെന്റ് അത് $1,000-1,200 വിൽക്കുമ്പോൾ $50 ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ ആളുകൾക്കുണ്ടായ എംപ്ലോയ്മെന്റും മറ്റുമൊക്കെ എക്കോണമിയെ വലിയതായിട്ട് ബാധിച്ചു. അതില്ലാതായപ്പം അമേരിക്കയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പോൾ നാച്ചുറലി FDI വിൽ ഹാപ്പൻ. FDI ഡെഫിനറ്റ്ലി ഹാസ് ടു ഹാപ്പൻ. വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും വ്യാപാര ബന്ധങ്ങളിലും വ്യവസായങ്ങളിലും പരസ്പര താരിഫുകൾ ചെലുത്തുന്ന ബഹുമുഖമായ മാറ്റങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. പരസ്പര താരിഫുകൾ ആഗോള വ്യാപാര മേഖലയിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ്. ഇതൊരു ലളിതമായ പരിഹാരമല്ലെന്നും സൂക്ഷ്മമായൊരു സമീപനം ആവശ്യമാണെന്നും വ്യക്തമാണ്. വ്യാപാരത്തെയും വിലയെയും ബാധിക്കുന്ന ഈ നടപടി സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ KN രാഘവൻ, ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.